നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ആസ് കമ്പയർഡ് ടു ഇപ്പോൾ പയറെടുക്കുമ്പം പയറിൽ പ്രോട്ടീൻ ആയിരിക്കും കൂടുതൽ. സോയാബീൻ എടുക്കുമ്പോൾ അതിൽ റിച്ച് ഇൻ പ്രോട്ടീനാണ്. ഇപ്പം നമുക്ക് ഏജൊക്കെ കൂടി വരുമ്പം ചിലപ്പോൾ ബി വൈറ്റമിൻസും അതൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. ചില ഇമോഷൻസ് കാരണം ഈ പ്രശ്നങ്ങൾ വരുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒട്ടുമിക്ക പേരും വ്യായാമം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 6 പാക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്, ബോഡി ഫിറ്റായിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്നവർ സ്വന്തമായിട്ടൊരു ഡയറ്റ് പ്ലാനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കും. അത് ശരിക്കും ശരിയാണോ? കുറേ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കണ്ടിട്ടുള്ളതിൽ ഇതൊക്കെ നമ്മുടെ ചില സമയങ്ങളിലൊന്നും നമ്മൾ ഒരുപാട് ഓവർ എക്സസൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ചുകൂടെ ഒരു തലമുറയ്ക്ക് മുമ്പ് നോക്കുവാണെങ്കിൽ ആരും എക്സസൈസ് അല്ലെ അങ്ങനെ എക്സസൈസ് ചെയ്തായിട്ട് കേട്ടിട്ടില്ല അല്ലേ, കുറവായിരുന്നു. പിന്നെ നമ്മൾ പണ്ടൊക്കെ നോക്കുവാണെങ്കിൽ സ്ത്രീകളൊക്കെ വീട്ടിൽ പണി ചെയ്യും, പിന്നെ അമ്പലത്തിൽ പോയിട്ട് ചുറ്റിനും നടക്കും അല്ലെ, കുറച്ച് റൗണ്ട്സ് നടക്കും. അതൊരു ഗ്രൗണ്ടിങ് ആണ് ആക്ച്വലി അല്ലേ, നമ്മുടെ എർത്തിങ് എന്നൊക്കെ പറയുന്ന സംഭവം കുറച്ചത് നടക്കും. അല്ലാതെ നമ്മൾ ലിമിറ്റിൽ ചെയ്യുക, നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോന്നായിരിക്കും ചേരുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് റീസെൻ്റായിട്ട് വന്നൊരു കേസ്, അവർ ഡയറ്റൊക്കെ നന്നായിട്ട് നോക്കുന്ന ലേഡിയാണ്, പക്ഷെ ഭയങ്കര എക്സസൈസൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ ബോണൊക്കെ ഡീജനറേഷനും അങ്ങനെയൊക്കെ ബോൺ സ്ട്രെങ്തനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ഓവർ എക്സസൈസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്യൂസ് വരുന്ന കേസസും ഉണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോന്നായിരിക്കും നല്ലത്. എക്സസൈസിന് പോകുന്നവർ എക്സസൈസും ചെയ്യും, അതുപോലെ തന്നെ ചോറ് ഒഴിവാക്കുന്നുണ്ട്, അതല്ലെങ്കിൽ പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ഡയറ്റ് പ്ലാൻ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കും. അത് നല്ലതാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് അത് ഒരു കറക്റ്റ് ഓരോ വ്യക്തിക്കും വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ അവരത് റെഗുലർ ഫോളോ അപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ. പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഇങ്ങനെ വരുമല്ലേ, അപ്പൊ ആകെ കൺഫ്യൂഷൻ. ഇതിൽ പറയുന്നതെന്ന് എൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വേറൊരു പറയുന്നത്. അപ്പോൾ കീറ്റോ നല്ലതാണ്, അതാ നല്ല ഇത് അങ്ങനെ. പക്ഷേ അത് നമുക്ക് ഇത് മനസ്സിലാക്കുക, വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ഡയറ്റീഷ്യൻസും പറയുന്ന ഒരു സാധനമാണ് ഈ ഫുഡ് പ്ലേറ്റിലെ പോർഷൻസിൽ മാത്രമേ വ്യത്യാസം വരും. ഇപ്പോൾ ഒരു കുട്ടിക്ക്, ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ പോകുമ്പം അവിടെ ചെറിയ കുട്ടികൾ സ്കൂളിൽ മീൽ കൊടുക്കും. അപ്പോൾ അവിടെ പറയുന്ന 1, 2, 3 എന്ന് പറയും. അപ്പം വെച്ചിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് ചോറായിരിക്കും, ചോറല്ല, അവരുടെ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, ചിലപ്പോൾ പാസ്ത ആയിരിക്കും, അത് എടുക്കുക. 2 എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോട്ടീൻ ആയിരിക്കും. അപ്പോൾ പ്രോട്ടീൻ ചിലപ്പം മീറ്റും സാധനങ്ങളും അല്ലെ എഗ് ആയിരിക്കും, അതെടുക്കുക. വെജിറ്റബിൾസ് 3, 1, 2, 3. അപ്പം ബാലൻസ്ഡ് ആയി, ഒരു എഫേർട്ടും ഇല്ല. ഈ 3 സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓപ്ഷൻസ് കൊടുത്താൽ അവരെടുത്തോളും. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കുട്ടികളും ചെറുതായിട്ടൊക്കെ ഇരിക്കുമ്പം അവർക്ക് ചിലപ്പോൾ നമ്മുടെ തോരനും ഇതൊക്കെ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോഴൊക്കെ നമുക്കിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൗതുകമുള്ള കളർഫുൾ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് കലോറീസ് ഇൻ വേഴ്സസ് കലോറീസ് ഔട്ട് എന്നൊരു നിയമം പോലെയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് മാമിൻ്റെ അഭിപ്രായം എന്താണ്? കലോറീസ് ഇൻ ആൻഡ് കലോറീസ് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര ഉള്ളിലേക്ക് കഴിക്കുന്നു അത്ര നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള. എന്ന് വെച്ചാൽ നമ്മൾ അതിനേക്കാൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി അത് സ്റ്റോർ ചെയ്ത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും നമ്മളൊരു നോർമൽ ഒരാൾ, ഒരു സെഡൻറ്ററി ജോബ് ചെയ്യുന്ന ഒരാളിന് നമ്മൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ല കാലറി. ഇപ്പോൾ ചിലരൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട് ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 1000 കാലറിയിൽ താഴെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, 800 കാലറി. ഇത് മിനിമം നമുക്കൊരു 1200. ഞാൻ കൊടുക്കുന്ന ഡയറ്റിലൊക്കെ 1200-ലൊന്നും താഴെ പോകാറില്ല. 1400 ഒരു ദിവസം 1400 എങ്കിലും വേണം. നമ്മുടെ എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസും മെറ്റബോളിസം നടക്കുന്നതിന് നമുക്ക് വേണം.
അതിനൊക്കെ കാലറി ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ഈ ചെയ്യുന്ന ജോലികൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ എനർജിയുടെ ഒരു ടോക്കണാണ്, കാലറി ആയിട്ടാണ് നമ്മളത് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫുഡിലും ഉണ്ട് കാലറീസ്, എല്ലാ ഫുഡിലും ഉണ്ട് പ്രോട്ടീനും കാര്യങ്ങളും. ഇപ്പോൾ റൈസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, അതാണ് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ പരക്കുന്നത്. റൈസിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. റൈസിൻ്റെ ഒന്ന് ഇതെടുത്ത് നോക്കിയാൽ അറിയാം, അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു. ഇപ്പോൾ പയറെടുക്കുമ്പം പയറിൽ പ്രോട്ടീൻ ആയിരിക്കും കൂടുതൽ. സോയാബീൻ എടുക്കുമ്പോൾ അതിൽ റിച്ച് ഇൻ പ്രോട്ടീനാണ്. ചിലവ് കുറഞ്ഞ സാധനം ചോദിച്ചില്ലേ, സോയ ചങ്ക്സ്. സോയ ചങ്ക്സ് വെച്ച് ബിരിയാണി ഉണ്ടാക്കാം, സോയ ചങ്ക്സ് വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പ്രോട്ടീനായിട്ട് എടുക്കാം. പിന്നെ പറയാറ് സെലിബ്രിറ്റീസ് 1-2 പേര് വരുന്ന, അപ്പോൾ അവർക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ അവർക്ക് മസിൽസ് വേണം. അപ്പം ഞാൻ പറയും ഈ മുതിരയൊക്കെ ഇല്ലേ, മുതിരയും അങ്ങനത്തെ സാധനങ്ങൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത്, നാച്ചുറൽ പ്രോട്ടീൻ പൗഡറാണ്, അങ്ങനെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ജനപ്രിയമായിട്ടുള്ള ഡീറ്റോക്സ് ക്ലെൻസസ്, അതുപോലെ തന്നെ ജ്യൂസ് ഫാസ്റ്റസ്, അതിനൊക്കെ കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഡീറ്റോക്സ് ഡയറ്റ് എടുത്തിട്ട് ഫാറ്റി ലിവറൊക്കെ റിവേഴ്സ് ആവുന്നതും പോളിസിസ്റ്റിക് ഓവറി ഒക്കെ ഉള്ള കേസസ്, അത് മാത്രമല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഇടയ്ക്ക് ഡീറ്റോക്സ് ചെയ്യും. അപ്പം ഞാൻ പറയും ഓരോരുത്തരുടെ റിലീജിയനിൽ വിശ്വസിക്കുന്ന അനുസരിച്ച്, ഇപ്പം ഏകാദശി എടുക്കുന്നവർക്ക് ആ ടൈമിൽ എടുക്കാം, വേറെ ഫാസ്റ്റിംഗ് പോകുന്നവർക്ക് ആ ടൈമിൽ എടുക്കാം. ഫ്രൂട്ട്സ് 2 ദിവസം എടുക്കുക, അത് ബ്ലെൻഡ് ചെയ്ത് അതിനൊരു പ്രത്യേക ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ട്. അതിലൊരു മിനിമം 1000 കാലറീസിന് അടുത്തെങ്കിലും വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ഫ്രൂട്ട്സ് വെച്ച് ഓരോ നേരവും ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ കുടിക്കുമ്പോൾ 2 ഡേയ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് വ്യത്യാസം വരും, സ്വഭാവത്തിലും തന്നെ വ്യത്യാസം വരും. അതൊരു ഇത്. പിന്നെ സ്കിന്നൊക്കെ ഞങ്ങൾ പണ്ട് വർക്ക്ഷോപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുള്ള വർക്ക്ഷോപ്സ് ആയിരുന്നു, യോഗയും ഇതും കൂടെ വെച്ചിട്ട്. അപ്പോൾ അന്നേരം ഭയങ്കര സ്കിൻ ഗ്ലോ വരും, പിന്നെ ഒരുപാട് ഇഞ്ച് ലോസ് വരും 2 ഡേയ്സിൽ തന്നെ. 2 ദിവസം കൊണ്ട് വ്യത്യാസം. ഞങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു അവർക്ക്, സ്മൂത്തീസ് ആക്കിയിട്ട് തന്നെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരും. പക്ഷേ ഇത് നോക്കി ചെയ്യണം, എല്ലാവർക്കും പറ്റില്ല. ഈ പറഞ്ഞ പോലെ ചിലർക്ക് തലകറക്കം ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ അപ്പോൾ അവരോട് പറയും, വല്ലാണ്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് നോർമൽ ഡയറ്റിലേക്ക് വരാൻ പറയും. കാര്യം ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് അങ്ങനെ ഫാസ്റ്റ് ചെയ്ത് ശീലം ഉണ്ടാവും, അവർ കുഞ്ഞിലേ തൊട്ടേ ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറയും. അല്ലാത്തവരോട് പറയും നോക്കിയിട്ട് ചെയ്യാൻ. പക്ഷെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ഡയറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഇപ്പം മെഡിറ്റേഷൻ ഒരു 3 മന്തിൽ ചെയ്താൽ നമ്മളിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. 6 മന്തിൽ ചെയ്യുവാണെങ്കിൽ DNA ലെവലിൽ വരെ ചേഞ്ചസ് വരും. ഒരു ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾക്ക് ഇങ്ങനെയാണെങ്കിൽ അയാൾ 6 മന്തിൽ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേഞ്ചസ് വരുത്തും. അതിൽ മാസത്തിലായിരിക്കും ചിലപ്പോൾ 2 ഡീറ്റോക്സ് ഇതേപോലെ ഫ്രൂട്ട് ഡയറ്റ് വരും. പക്ഷെ അത് ഒരു 6 മന്തിൽ എൻ്റെ ചില ക്ലയൻസ് ഒക്കെ ആർത്രൈറ്റിസ് റിവേഴ്സ് ആയവരൊക്കെ ഉണ്ട്, അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. അത് മാത്രമല്ല പലർക്കൊക്കെ ഇത് വർക്കാവും. ഈ പറയുന്നത് 6 മാസത്തിൽ മാസത്തിൽ 2 തവണ വെച്ചിട്ട് 2 തവണ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ 2 ദിവസം അടുപ്പിച്ചാണ് ചെയ്യാൻ പറയുന്നത്. അപ്പം അത് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഒരു 24 hours നമുക്ക് 48 hours കുറച്ചുകൂടി ചേഞ്ചസ് ബോഡിയിൽ വരും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫ്രൂട്ട്സ് തന്നെ കഴിക്കുക, അത് ബ്ലെൻഡ്, അതിനൊരു നമുക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലി ചെയ്യേണ്ടവർക്കാണെങ്കിൽ 2-3 ഫ്രൂട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചിട്ട് 3 നേരം അത് തന്നെ കഴിക്കും. നമ്മുടെ ഈ സപ്ലിമെന്റുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? അത് നമുക്ക് എല്ലാവർക്കും കഴിക്കേണ്ടതായിട്ടുണ്ടോ? അത് സപ്ലിമെന്റ്സ് നമുക്ക് എല്ലാവർക്കും കഴിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ബാലൻസ്ഡ് ആയിട്ടാണ് അതിൽ നിന്ന് കിട്ടിക്കോളും. പിന്നെ ചില സിറ്റുവേഷൻസിൽ ഈ ഇപ്പം നമുക്ക് ഏജൊക്കെ കൂടി വരുമ്പം ചിലപ്പോൾ B വൈറ്റമിൻസും അതൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, അന്നേരം മാത്രം കഴിക്കുക. അല്ലാതെ ഓവറായിട്ട് സപ്ലിമെൻറ്റ് തന്നെത്താൻ ചൂസ് ചെയ്ത് കഴിക്കാതിരിക്കുക. എസ്പെഷ്യലി വൈറ്റമിൻ D ഒക്കെ ഓവർഡോസ് ആയിട്ട് ഡെത്തൊക്കെ വന്ന കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ A, D, E and K.
അതൊക്കെ എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഇങ്ങനെ ഓവറായിട്ട് സ്റ്റോർ ആവും. ഓക്കെ. ബി കോംപ്ലക്സ് വൈറ്റമിൻ സി വാട്ടർ സൊല്യൂബിൾ ആണ്. ഓക്കെ. അത് സ്വെറ്റിലൂടെയും യൂറിനിലൂടെയും പോവും. പക്ഷെ എന്നാലും അതിങ്ങനെ ഓവറായിട്ട് കഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ബാലൻസ്ഡ് സി ഒക്കെ നമുക്ക് നെല്ലിക്ക, നാരങ്ങ അല്ലെ അച്ചാറൊക്കെ ഇട്ട് വെക്കില്ലേ, അത് അച്ചാർ ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് ഇവര് എന്താ പറയുന്നത്, ജാപ്പനീസും ചൈനീസ് ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ ഫുഡിന്റെ കൂടെ പിക്കിള്, അവരുടെ ഒരു കൈൻഡ് ഓഫ് പിക്കിളുണ്ട്. അതിന് ഭയങ്കര ഗുണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പലരും അത് വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ പിക്കിളും കേടും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം അതിൽ നിന്ന് നല്ല ബാക്ടീരിയാസ് വരും. പക്ഷെ എണ്ണയും ഉപ്പും കുറച്ച് വേണം പിക്കിൾ ഉണ്ടാക്കാൻ. പിക്കിളല്ല വില്ലൻ, അത് ഉണ്ടാക്കുന്ന രീതിയാണ് പ്രശ്നം. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലൂട്ടൻ അല്ലെങ്കിൽ ലാക്ടോസ്, ഈ അലർജീസ് ഉള്ള ആളുകൾ അവരുടെ ഭക്ഷണത്തെ എങ്ങനെ ക്രമീകരിക്കണം? ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഈ ഗോതമ്പ് കഴിക്കുമ്പോഴാണ് അത് വരുന്നത്. ശരിക്കും നമ്മുടെ കേരള ഡയറ്റ് ലാക്ടോസ് അല്ല ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ലാക്ടോസ് ഇൻടോളറൻസ് വരുമ്പം ചിലർക്ക് കേടും മോരും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലർക്ക് കുറച്ച് ഏജ് വന്നതിന് ശേഷം റിവേഴ്സ് ആവുന്ന കേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ അതിന് പകരം വേറെ ഏതെങ്കിലും സോഴ്സിലൂടെ, ചിലപ്പോൾ ആൽമണ്ട് മിൽക്ക് ഒക്കെ ചിലർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ലാക്ടോസ് ഫ്രീ മിൽക്കൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, അങ്ങനെ ചെയ്യും. പിന്നെ ഇതിപ്പോൾ ഒരു ഫാഷൻ പോലെ എല്ലാവരും പറയും എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ആണ്, എനിക്ക് ഇതാണ് പ്രശ്നം. ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ കാരണം ചോദിച്ചു വരുമ്പം ചൈൽഡ്ഹുഡിൽ തൊട്ടേ ട്രോമ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാകും. ഞാൻ ഈ ഇന്നർ ചൈൽഡ് തെറാപ്പിയും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ചെയ്യാറില്ല, പക്ഷെ സ്റ്റിൽ സംസാരിച്ച് വരുമ്പോൾ അവർക്ക് ചൈൽഡ്ഹുഡിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും പേരൻസുമായിട്ടോ വീട്ടിലോ ഒക്കെ. ഇപ്പോൾ ഒരു ലേഡിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെപ്പോഴും ഈ കുട്ടിക്ക് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഫുഡ് എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ഹരാസ് ചെയ്യും. അപ്പോൾ ഇത് കല്യാണം കഴിച്ച് പോയപ്പം ടബ് കണക്കിന് ഐസ്ക്രീമും സാധനങ്ങളും വാങ്ങിച്ചു വെച്ച് കഴിച്ച് 100 കിലോയായി. ആ സമയത്ത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് മനസ്സിൽ കിടക്കുകയാണ്, ആ വീട്ടുകാരോടുള്ള ദേഷ്യം. അപ്പം അതേപോലെ ചില ഇമോഷൻസ് കാരണം ഈ പ്രശ്നങ്ങൾ വരുന്നവരുണ്ട്. അപ്പോൾ അത് വരുന്ന ക്ലയന്റ് അനുസരിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ഇന്നർ ചൈൽഡ് വൂണ്ട് കാരണം വയറിന് അപ്സെറ്റ് ആവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ വയറ് ഓക്കെ ആവും. അല്ലാതെ ലാക്ടോസ് തന്നെ ആവണം എന്നില്ല. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഏതൊക്കെ ഫുഡാണ് അലർജി ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഏതൊക്കെ ഫുഡിനാണ് ഇൻടോളറൻസ് ഉള്ളതെന്ന്. വീഗൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഡയറ്റ് പിന്തുടരുന്നവർക്ക് ഈ പോഷകാഹാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമുക്ക് വെജിറ്റേറിയൻ ഡയറ്റിൽ ഇപ്പം നമുക്ക് ദ്വാപരയുഗത്തിലൊക്കെ 5000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നോക്കുവാണെങ്കിൽ ലാക്ടോ വെജിറ്റേറിയൻസ് ആയിരുന്നു. മിൽക്കുണ്ട്, മിൽക്കും കേടും അവർ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ടറും ഒക്കെ. പക്ഷേ വീഗൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ അനിമൽ പ്രോഡക്ട്സും എല്ലാം ഒഴിവാക്കുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ചൂസ് ചെയ്യാൻ. കറക്റ്റായിട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടാൻ പാടാണ്. പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞ കണക്ക് അത് ഫോളോ ചെയ്യുന്നവർക്ക് ഈ സ്പിരിച്വൽ പ്രാക്ടീസിലൊക്കെ പോകുമ്പോൾ മേ ബി അവർക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ വെജിറ്റേറിയനിസം തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ലാക്ടോ വെജിറ്റേറിയൻ ആണ് ഈ പറഞ്ഞ കണക്ക്. ഇപ്പോൾ എൻ്റെ MSc തീസിസ് ലാക്ടോ വെജിറ്റേറിയനും വെജിറ്റേറിയൻസിൻ്റെയും വൈറ്റമിൻ എ സിറത്തിൽ എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളതായിരുന്നു സ്റ്റഡി. അപ്പോൾ അതിൽ നമ്മൾ ബ്ലഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു, അങ്ങനത്തെ ഒരു സ്റ്റഡി ആയിരുന്നു. അപ്പോൾ അത് ലാക്ടോ വെജിറ്റേറിയൻസ് ആണ്. അതുപോലെ ഓവോ വെജിറ്റേറിയൻ ഉണ്ട്, ചിലർ മുട്ട കഴിക്കുന്ന അതും വെജിറ്റേറിയൻ എന്നാണ് പറയുന്നത്. പിന്നെ ഫിഷ് കഴിക്കുന്ന പെസ്കോ വെജിറ്റേറിയൻ, അങ്ങനെയൊക്കെ പല കൈൻഡ് ഓഫ് വെജിറ്റേറിയനിസം തന്നെയുണ്ട്. നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആക്ച്വലി പിന്നെ മിൽക്ക് ഇല്ല. ലാക്ടോ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോഴാണ് ആക്ച്വലി അതിനകത്ത് മിൽക്കും കൂടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് പോഷകാഹാരം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചലഞ്ചാണ്. അപ്പോൾ അവരെ നമ്മൾ കമ്പൽ ചെയ്യാതെ എങ്ങനെ പേരൻസിന് നല്ലൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാം, എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഈ കട്ട്ലറ്റ്സ് ഒക്കെ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ. അതിൽ നമുക്ക് ഈ സോയ ചങ്ക്സും ഞാൻ കുറച്ച് ഇലകളൊക്കെ ഇട്ടിട്ട് പിന്നെ പയർ കുരിപ്പിച്ചത് അത് അങ്ങനത്തെ സാധനങ്ങളും, അല്ലെങ്കിൽ നോൺ വെജ് ഇഷ്ടമുള്ളതൊക്കെ അത് വേണമെങ്കിൽ യൂസ് ചെയ്യായിരിക്കും. പ്രോട്ടീനും ഇലകളും ഈ വെജിറ്റബിൾസും എല്ലാം ഇട്ടിട്ട് കുറേ കട്ട്ലറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട്ലറ്റ് നമുക്ക് അതിപ്പോൾ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണമെന്നില്ലല്ലോ, അതിനകത്തൊക്കെ വെച്ച് നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ, കുറച്ച് ഓയിലിൽ ചെയ്യാൻ പറ്റും.
തവയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ സൂപ്പ് ഫോമിൽ വെജിറ്റബിൾസ് എല്ലാം വേവിച്ച് മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് ജ്യൂസ് പോലെ ക്രീം ഓഫ് വെജിറ്റബിൾ സൂപ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഓക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ഈ വെസ്റ്റേൺ ഡയറ്റ്സ് ഇഷ്ടമാണ്, പാസ്ത പോലത്തെ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയിട്ട് പാസ്ത തന്നെ കുറച്ചും കൂടി നമുക്ക് മൾട്ടിഗ്രെയിൻ പാസ്താസ് കിട്ടും വാങ്ങിക്കാൻ. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് വെജിറ്റബിൾസ് കുറേ മഷ്റൂംസും കുറേ വെജിറ്റബിൾസ് ഇട്ടിട്ട് അതിനകത്ത് പാലൊഴിക്കും. പാലൊഴിച്ചിട്ട് കുറച്ച് ചീസ് ഇടും, പാല് വേസ്റ്റായിട്ട് ഇടും. അപ്പോൾ തിക്നെസ് വരാൻ വേണ്ടി ചിലപ്പോൾ വെജിറ്റബിൾ മിക്സിയിൽ അടിച്ച് ചേർക്കുവാണെങ്കിൽ ഇവർ അറിയത്തില്ല. ഇത് ഇവർ കാണരുത്. അല്ല, ഇവർക്ക് ഈ പിള്ളേർക്ക് പക്ഷെ പാസ്ത രൂപത്തിൽ ഓക്കെയാണ്. അല്ലാതെ കഴിക്കാത്ത വെജിറ്റബിൾസ് അവർ പാസ്തയിൽ ഇട്ടാ കഴിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കാം. പിന്നെ നൂഡിൽസ് വല്ലപ്പോഴും ഒക്കെ കൊടുക്കാം, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് മൾട്ടിഗ്രെയിൻ നൂഡിൽസ് കിട്ടും ഇപ്പോൾ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നതും. എന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡെയിലി കഴിക്കാൻ പറ്റുന്നത് എല്ലാ ഫുഡ് ലിമിറ്റിൽ നമുക്ക് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഒന്നും കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതില്ല. ലിമിറ്റിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഡെയിലി യൂസ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മുടെ ഫുഡ് പ്രിഫറൻസ് വെച്ചിട്ടാണ് ഡയറ്റീഷ്യൻസ് പ്ലാൻ ചെയ്യേണ്ടത് ആക്ച്വലി. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി വേറൊരാളുടെ ഇതായിരിക്കില്ല. അപ്പോൾ നമുക്ക് പറ്റിയ ഡ്രസ്സ് നമ്മുടെ രീതിയിൽ തയ്ക്കുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും ലിമിറ്റിൽ കുഴപ്പമില്ല. പക്ഷെ എണ്ണയും ഈ പറഞ്ഞ കണക്ക് കൊഴുപ്പുള്ള സാധനങ്ങളും മധുരമുള്ളതും ഒക്കെ കുറയ്ക്കുക, അതിൻ്റെ അളവ് കുറയ്ക്കുക. റെഡ് മീറ്റ്സ് കുറയ്ക്കുക, മീറ്റൊക്കെ ഇടയ്ക്കാക്കുക. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ ഒരു വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് 3 നേരം കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല, അടുത്ത വീട്ടുകാർക്ക് കൊടുക്കും അല്ലേ. അന്ന് തന്നെ അല്ലെ സൺഡേസിലൊക്കെ അല്ലേ ഈ നോൺ വെജ് ഒക്കെ വരുന്നത്, അല്ലാതെ എന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമുക്കത് ഇടയ്ക്കാക്കുക. കാര്യം ബോഡിക്ക് അത്രയും എഫേർട്ടാണ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളൊരു നോൺ വെജ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ 72 hours മറ്റോ ആണ് എടുക്കുന്നത്, കംപ്ലീറ്റ്ലി അതിൻ്റെ യൂട്ടിലൈസേഷൻ ഒക്കെ. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് അടുത്തതും കഴിക്കില്ല, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ. അപ്പോൾ അത് ഇച്ചിരി കുറയ്ക്കുക. ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യം പറഞ്ഞില്ല, ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത് ശരിക്കും 2 രീതിയിലെടുക്കാം. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളിന് ചിലപ്പോൾ എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവരോട് പറയാറുണ്ട്, ഇപ്പം എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്, അവർ സൺഡേയിലെല്ലാം കുക്ക് ചെയ്ത്, ഇപ്പം എൻ്റെ സിസ്റ്ററൊക്കെ പുറത്താണ്, അപ്പോൾ അവർ സൺഡേയിൽ ഉണ്ടാക്കി വെച്ചിട്ട് വീക്കിലേക്ക് മിക്ക ദിവസങ്ങളിൽ അവർ അത് തന്നെ എടുക്കും. പക്ഷെ അത് നമ്മുടെ ഫ്രിഡ്ജിന്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. കറണ്ട് പോവാതെ ഇരിക്കണം, തണുപ്പിച്ച് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ശരിക്കും മൈക്രോ ഓർഗാനിസം കയറി, ഇപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന സാമ്പാർ വൈകിട്ടൊക്കെ കഴിഞ്ഞാൽ എടുത്ത് വെക്കുന്നെങ്കിൽ അതിനകത്തെല്ലാം അണുക്കൾ കയറും. പക്ഷെ അപ്പം തന്നെ തണുപ്പിച്ചിട്ട് ഒരു 20 minutesനുള്ളിൽ ഫ്രിഡ്ജിൽ കയറ്റണം. ഈ തിരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വീണ്ടും ചൂടാക്കി കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീഹീറ്റ് ചെയ്യാൻ ആക്ച്വലി അങ്ങനത്തെ ഫുഡിനേക്കാളും നല്ലത് നമ്മൾ അപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. പക്ഷെ പ്രാക്ടിക്കൽ ആവണമെന്നില്ല ചിലപ്പം. ഞാനും റീഹീറ്റ് ചെയ്ത് കഴിക്കാറുള്ളതാണ് ആക്ച്വലി. അപ്പോൾ മൈക്രോവേവ് കുക്കിംഗ് നല്ലതല്ലെന്ന് പറയുന്നതും ഉണ്ട്, പക്ഷെ പുറത്തെല്ലാം മൈക്രോവേവിലാണ് യൂസ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ലെന്ന് പറയുന്ന ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഇറ്റ് ഡിപ്പെൻസ് നമ്മുടെ മൈൻഡ് പോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തിളക്കുക, അത് 100 degree Celsius വരണം. കാര്യം അതിനകത്ത് അണുക്കളുണ്ടെങ്കിൽ, ഇപ്പം തണുപ്പിൽ ജീവിക്കുന്ന അണുക്കളുണ്ടാവും, അതിനെ നമ്മൾ 100 degree Celsius കഴിക്കുക. ഈ ഓണക്കാലം വരികയാണ്, സദ്യ വരികയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ഓരോ നമ്മുടെ സദ്യയിലുള്ള ഓരോ ഫുഡിൻ്റെയും ന്യൂട്രീഷൻ വെച്ചിട്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് gayatrinutrisolutions.com കയറിയിട്ട് നോക്കിയാലോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമായിരിക്കും. അപ്പോൾ അതിൽ ഓരോ ഫുഡിലും എല്ലാത്തിലും ഗുണമുണ്ട്. ഇപ്പം നമ്മൾ ഓലൻ എടുക്കുവാണെങ്കിൽ അതിൽ പയറുണ്ട്, വെജിറ്റബിൾ ഉണ്ട്, ഇപ്പോൾ പ്രോട്ടീനായി, വൈറ്റമിൻസ് ആയി. പിന്നെ റൈസ് നമ്മൾ മട്ട റൈസാണ് എടുക്കുന്നത്, അപ്പോൾ ബി കോംപ്ലക്സ്, വൈറ്റമിൻസ്, ഫൈബറും ഒക്കെ അതിൽ കുറേ കിട്ടുന്നുണ്ട്. പിന്നെ എനർജി കിട്ടുന്നുണ്ട്.
പിന്നെ എല്ലാ കൈൻഡ് ഓഫ് വെജിറ്റബിൾസിനും എല്ലാം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇപ്പോൾ പായസം എടുക്കുകയാണെങ്കിൽ, അപ്പോൾ പാൽപ്പായസം ആണെങ്കിൽ അതിനകത്ത് പ്രോട്ടീൻ, അഗെയിൻ പാലല്ലേ, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. പിന്നെ തവിട് കളയാത്ത അരിയാണെങ്കിൽ അഗെയിൻ ബി വൈറ്റമിൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കടലപ്പായസം ആണെങ്കിൽ പ്രോട്ടീനും അത് എല്ലാം എന്താ ശർക്കര ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മിനറൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഗുണമുണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ പൂർവികരുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു വടയാണെങ്കിൽ പോലും അത് ഉഴുന്ന് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പപ്പടവും ഉഴുന്ന് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈദയൊക്കെ പിന്നെ വന്ന സാധനങ്ങളാണ്. ആക്ച്വലി മൈദ ബേസ്ഡ് ആയിട്ട് സാധനങ്ങളൊന്നും ഇല്ലല്ലോ. കടലമാവാണ്. ഉഴുന്ന് പപ്പടമുണ്ട്. പിന്നെ നമ്മൾ ഈ എന്താ പറയുന്നത് പ്രഥമൻ ഉണ്ടാക്കുന്നതും അതിനകത്ത് ഇല്ലേ ശർക്കരയും, പിന്നെ അതും എനിക്ക് തോന്നുന്നു അത് അരിയാണെന്ന് തോന്നുന്നു അല്ലേ. വീടുകൾ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അട. ദിവസവും സദ്യ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ലിമിറ്റ്, ആ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. കറികളൊക്കെ എടുത്തോ, അവിയൽ കുറച്ച് കൂടുതൽ എടുത്തു, പുളിശ്ശേരി, അവിയൽ, മോര്, അതൊഴിച്ച് ചോറ്, രസം. എനിക്ക് തോന്നുന്നു അതൊക്കെ ആ കറക്റ്റ് സീക്വൻസിലാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ ഡൈജഷൻ പ്രോസസ്സ് ആദ്യം മധുരം കഴിക്കും നമ്മൾ കുറച്ച്, പിന്നെ ആ രീതിയിലാണ് അത് കഴിക്കുന്നത്. പിന്നെ മോര് ഒഴിച്ച് കഴിക്കും, രസം ഒഴിച്ച് കഴിക്കും. അപ്പോൾ ഡൈജഷൻ കറക്റ്റാണ് ആക്ച്വലി. പക്ഷെ പോർഷൻ സൈസ് അത്രയും വേണ്ട. ചോറൊക്കെ കുറച്ച് കഴിക്കുക. ചോറ് ഒരു പിടി വെള്ളം എടുത്തിട്ട് 2 പായസം. ഈ മോരും ആദ്യം പരിപ്പ് വരും, പിന്നെ സാമ്പാർ വരും. അല്ല, പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് സെലിബ്രേഷൻ ആയാലും, ഇപ്പോൾ ഓണം ആയാലും ക്രിസ്മസ് ആയാലും ബക്രീദ് ആയാലും, അവരോട് പറയാം ആ ദിവസം നിങ്ങൾ ഒന്നും ഡയറ്റ് നോക്കണ്ട, എൻജോയ്. അല്ലേ? ശരിക്കും നമുക്ക് വർഷത്തിലൊക്കെ ഒരിക്കൽ വരുന്ന ഒരു സെലിബ്രേഷനിൽ അന്ന് പോയിട്ട് ഡയറ്റ് നോക്കേണ്ട ഒരു കാര്യമില്ല. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഏതെങ്കിലും ഒരു മീൽ കുറയ്ക്കും, അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന 10 ദിവസം പിടിച്ചാലും മതി അല്ലേ? ഈ ദിവസം ഞാൻ പറയും ഈ ഫോളോ അപ്പ്, നെക്സ്റ്റ് ഫോളോ അപ്പിൽ നമുക്ക് ഡീറ്റോക്സ് ഡയറ്റ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. 1-2 ദിവസം കഴിച്ചത് കൊണ്ടല്ല നമ്മൾ വണ്ണം കൂടുന്നത്, വർഷങ്ങൾ ഇരുന്ന് കഴിച്ചിട്ടാ. ഒരു വർഷത്തിൽ എല്ലാ നേരവും വെച്ച് കഴിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്താൽ കുഴപ്പം വരില്ല. അപ്പോൾ ഓണം നമ്മൾ സദ്യ കഴിച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും മാം ഇടയ്ക്ക് സൂചിപ്പിച്ചു പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്, ഓണക്കാലമാണ്. അപ്പോൾ നമ്മുടെ മൈഫിൻ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 2 വരി പാട്ട്. അറിയാതെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി, അനുഭൂതി ധന്യമാം ശാർദളഭൂമിയിൽ നവനീക ചന്ദ്രിക പൊന്തി. അറിയാതെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. മൈഫിൻ ടിവിയുടെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.